ഞാനും അമ്മയും കൂടെ മഞ്ഞൾ കളയൊക്കെ പറിക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ച് വെണ്ണീരൊക്കെ ഇട്ട് കൊടുക്കണം. വെണ്ണീരെന്ന് വെച്ചാൽ ചാരം. അപ്പോൾ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. ഒരുപാട് നാളായിട്ട് അങ്ങോട്ട് പോകാത്തതുകൊണ്ട് തന്നെ എത്രത്തോളം കാട് പിടിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. പുഴയുടെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും മലമ്പാമ്പൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട്. ഒരു അതിഥിനെ പോലെയാണ് അത് വരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ ഞങ്ങൾ വനം വകുപ്പിനെ വിളിച്ച് അവർ വീണ്ടും തിരിച്ച് കടലിലോട്ട് തന്നെ കൊണ്ടാക്കുന്നതാണ്. അതിനുശേഷം പിന്നെ ആനയൊക്കെ വരാറുണ്ട്. അതും നമ്മുടെ ഒരു അതിഥിനെ പോലെ തന്നെയാണ്. ഇവിടെ നടന്ന എല്ലാ സാധനങ്ങളും ആനയ്ക്ക് ഭക്ഷണമാണ്. അപ്പോൾ നട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ മഞ്ഞളൊക്കെ നമുക്ക് ധാരാളം കിട്ടാറുണ്ട്. മഞ്ഞൾ, കുരുമുളക് ഇതൊക്കെ നമ്മൾ നടാറുള്ളത് തന്നെയാണ്. ഈ ആനക്കൊക്കെ എന്ത് ബുദ്ധിയാണല്ലേ. ഈ ആനക്ക് കയറാൻ വേണ്ടി കഴിഞ്ഞ വട്ടം വന്ന സമയത്ത് അത് തന്നെ ഉണ്ടാക്കിയ വഴിയാണിത്. ഇതിപ്പോൾ ഞങ്ങൾക്കും കൂടി ഉപകാരമായി. ഞങ്ങൾക്ക് ഈ പറമ്പുകളിൽ അതിരൊക്കെ ഇടുന്നത് ഈ സീമക്കൊന്ന പോലത്തെ കമ്പുകളൊക്കെ കുത്തി ഇതുപോലെയാണ്. അതുകൊണ്ട് തന്നെ അതിർത്തിയും നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഈ ജീവികൾക്കൊന്നും അത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതിനകത്തേക്ക് പെട്ടെന്നൊരു ആന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് കാടുമാണ്, നമുക്ക് കാണാനും പറ്റില്ല അത്. 2 ദിവസം മുന്നേ ആന വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാൽപ്പാടാണ് ഇവിടെ കാണുന്നത്. നമ്മളെ കാലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വലുതാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താവുമെന്ന് ചിന്തിക്കാനുള്ളതല്ലേ ഉള്ളൂ. എപ്പോൾ ചത്തെന്ന് ചോദിച്ചാൽ മതി. ഈ ആനയൊക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇവിടെ തടയണകളും മതിലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്, ഈ കറണ്ട് കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് പക്ഷേ എന്ത് പറഞ്ഞാലും അതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. കാരണം നമുക്ക് അറിയാം, ആനയ്ക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ആന എന്തായാലും അതൊക്കെ തടം ചെയ്ത് വരും. അപ്പോൾ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു നടപടിയാണ് ശരിക്കും എടുക്കേണ്ടത്. അത് ഭാവിയിലേക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആരും ഞങ്ങളോട് പോലും ചോദിക്കാതെ ഈ കാട്ടുപന്നീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റമ്മൊക്കെ ഇതിനകത്തേക്ക് മണ്ണിനകത്ത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോലും അറിയില്ല ഇതെന്തിനാണെന്നുള്ളത് കാര്യം. ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് വെള്ളമൊക്കെ നിറഞ്ഞു ആകെ നാശകോശമായിട്ടുണ്ട്. ഇനിയിപ്പോൾ മനുഷ്യന്മാർ വീഴുമെന്നുള്ളതാണ് ഇതിന് ഡൗട്ടുള്ളത്. ഇവിടെയുള്ള ഈ കാടാണ് നമുക്ക് മൊത്തത്തിൽ വെട്ടി വൃത്തിയാക്കേണ്ടത്. അതിന് കൂടെ മഞ്ഞളിൻ്റെ തറയും നമുക്കൊന്ന് വൃത്തിയാക്കണം. ഇത്ര നാളും ആരും ശല്യപ്പെടുത്താത്തതുകൊണ്ട് സൂചിച്ചിരിക്കും അത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പലതരം ഇതുവരെ കാണാത്ത ജീവികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഈ വള്ളിയുടെ മുകളിലുള്ളത് എന്തോ ഒരു ജീവിയാണ്. പക്ഷേ ചാടുന്നിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതെന്ത് ജീവിയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ മണ്ണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ? മണ്ണിൻ്റെ അതേ കളറായതുകൊണ്ട് എനിക്ക് പോലും ആദ്യം മനസ്സിലായില്ല. ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും കാണാൻ പറ്റിയത്. അപ്പോൾ ഇതിനകത്ത് ഈ ചിലന്തികളെ പോലെയുള്ള ഷേപ്പിലുള്ളൊരു സാധനമുണ്ട്. അതിനകത്ത് മണ്ണിൻ്റെ അതേ നിറമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഇതാ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ സാധനം ഓടിപ്പോകുന്ന സാധനമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം പിടിച്ച ആ ഒരു ജീവി ഇതിപ്പോഴും ആ ഇലേൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ചാടിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വൃത്തിയാക്കി വന്നിരിക്കുന്നത്. ഇതിനകത്താണ് മഞ്ഞളുള്ളത്. അപ്പം മഞ്ഞൾ നമ്മളിപ്പോൾ ആ ബാക്കി കാടുകളൊക്കെ ചെത്തി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മഞ്ഞൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ആന വന്നാൽ പോലും കാണാത്ത അത്രയും കാടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും വൃത്തിയാക്കിയിട്ട് കാണാം. അതിൽ പോയപ്പോഴാണ് വളരെ ശാന്തമായിട്ടൊരു സാധനം ഇരിക്കുന്നുണ്ടത്. തൊട്ടാൽ വിവരം അറിയും. ഇത്രയ്ക്ക് ചെറുതായിരിക്കും. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്ന സമയത്താണ് ആനയുടെ കാലടയാളം വീണ്ടും കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പേടി എപ്പോൾ ഉണ്ടാക്കിയെന്ന് അറിയാത്തതുകൊണ്ടുള്ളൊരു പേടി. അങ്ങനെ ഒരുപാട് സമയത്തെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ മഞ്ഞളൊക്കെ കറക്റ്റ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ആദ്യമുള്ള കാടും ഇപ്പോഴത്തെ കാടും തമ്മിലുള്ള വ്യത്യാസം. അതിനുശേഷം അതിന് താഴയിൽ ചോലയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇത് വളമായിട്ട് നമ്മൾ വീണ്ടും കുറച്ചും കൂടി കഴിഞ്ഞ് വന്ന് വളമിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇത്രയും സ്ഥലം നമുക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന്. അങ്ങനെ അത് വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ ഒരു കിളിക്കൂട് എനിക്ക് കിട്ടിയത്. അതിൻ്റെ മുകളിൽ മുട്ടയോ കാര്യങ്ങളോ കിളിയോ ഒന്നുമില്ല. അപ്പോൾ അതെന്തായാലും വീട്ടിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ബൈ ബൈ. പറ്റുമെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.